നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ കുട്ടികൾ. മക്കളെല്ലാവർക്കും വലിയൊരു സന്തോഷം. മക്കളില്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമവും പ്രയാസവും. ആ മക്കളൊന്ന് മുഖം ചുളിച്ചാൽ, ആ മക്കളൊന്ന് കരഞ്ഞാൽ, ആ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസം സംഭവിച്ചാൽ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ വീട്ടിൽ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാതെയും പേടിച്ചും ഭയപ്പെട്ടിട്ടും കരയുകയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് വലിയ വിഷമം ഉണ്ടാവും, മനസ്സിന് അസ്വസ്ഥതയുണ്ടാവും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരിക്കൽ ഫാത്തിമ ബീവിയുടെ വീടിന്റെ സമീപത്തെത്തിയപ്പോൾ മക്കൾ കരയുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം, എന്താണ് ഫാത്തിമ നമ്മുടെ കുട്ടികൾ കരയുന്നത്? അപ്പൊ പറഞ്ഞു, കുട്ടികള് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തോ ഒരു ക്ഷീണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കരം ആ കുട്ടികളുടെ ശരീരത്തിൽ തലയുടെ ഭാഗത്തേക്ക് തടവി കൊടുത്തുകൊണ്ട് മന്ത്രിച്ചു കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് ആശ്വാസം ഉണ്ടായി, സമാധാനം ഉണ്ടായി. കണ്ണുദോഷങ്ങൾ, മറ്റ് ഷർറുകളൊക്കെ കുട്ടികളെയും അതുപോലെ സ്ത്രീ വിഭാഗത്തേക്ക് പെട്ടെന്ന് അതിന്റെ എഫക്റ്റുകൾ സംഭവിക്കും. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ മാറാൻ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കരങ്ങൾ കൊണ്ട്, ഷറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് തലയൊക്കെ തടയുന്ന മന്ത്രിച്ചു കൊടുത്തു. കുട്ടിയുടെ ആ പ്രയാസങ്ങൾ മാറി, കരച്ചിൽ നിർത്തി. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസവശമൊക്കെ ഉള്ളപ്പോൾ ഒന്ന് ഓതിക്കൊടുക്കുകയും തടയി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആശ്വാസം ഉണ്ടാവും. എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു രംഗമാണ് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ, തടവി കൊടുക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല. പ്രയാസം ഉണ്ടാവുമ്പോൾ, വിഷമം ഉണ്ടാവുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഉപ്പയുണ്ട്, അല്ലെങ്കിൽ വല്യുപ്പയുണ്ട്, എൻ്റെ ഉമ്മയുണ്ട് എന്നൊരു ആശ്വാസം ആ കുട്ടിക്കുണ്ടാവും. അള്ളാഹു തആല അത്തരത്തിലുള്ള ദോഷങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ, കുടുംബങ്ങൾ, വീട്ടിലുള്ളവർക്ക് വിഷമമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഫാത്തിഹയൊക്കെ ഓതി കൊടുക്കുക. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസൊക്കെ ഓതി ചെറിയ കുട്ടികൾക്കൊക്കെ കരയുമ്പോൾ ഒന്ന് ഓതി കൊടുത്താൽ തന്നെ ഒരു ആശ്വാസം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തരുമാറാവട്ടെ. അപ്പൊ ഉമ്മാടെ കൈക്കൊരു ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉമ്മമാര് ചെയ്യരുത്. ഉമ്മമാര് ദിക്റില്ല, സ്വലാത്ത് ഇല്ല, നല്ല രൂപത്തിൽ പെരുമാറുക, ആ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആ കുട്ടികളുടെ തലയിലും ഒന്ന് കൈവച്ച് ഉമ്മയൊന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ, ദുആ ചെയ്ത് കൊടുത്താൽ ആ മക്കൾക്ക് വലിയ വിജയം കിട്ടും. നമ്മുടെ ഉമ്മമാരെല്ലാവരും ഈ മജ്‌ലിസ് കാണുന്നവരൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, ദുആ ചെയ്യുന്നവരാണ്. ആ മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ തുർസീന പർവ്വതത്തിലേക്ക് കയറുന്ന സമയത്ത് വീഴാൻ പോയപ്പോൾ പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങളുടെ ഉമ്മ ഇപ്പൊ ഇല്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ രാത്രിയിലും പകലൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു. ഇപ്പൊ ഉമ്മ വഫാത്തായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചു ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ ഉമ്മമാർ, വീട്ടിലുള്ള പ്രായമുള്ള ഉമ്മമാര്, വാപ്പമാര്, അത് വലിയൊരു കാവലും വലിയൊരു ബറക്കത്തുമാണ്. അവരുടെ ഒരു പ്രാർത്ഥന നമ്മുടെ സർവ്വ ഐശ്വര്യത്തിന്റെയും കാരണമാണ്. അപ്പൊ ആ വാപ്പയുടെയും ഉമ്മയുടെ ഗുരുത്വവും പൊരുത്തവും അവരുടെ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവണം. മക്കളൊക്കെ നല്ല രൂപത്തിൽ, ആ രൂപത്തിൽ വളരാൻ വേണ്ടി, അവർ ഉയർച്ചയിലേക്ക് വരാൻ വേണ്ടി, അവർക്കെല്ലാം പുരോഗതിയും കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾ ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കളോട് പെരുമാറുകയും അവർക്ക് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ഊതി കൊടുക്കുകയൊക്കെ ചെയ്യുക. രാത്രിയിൽ ഞെട്ടിക്കരച്ചിലുണ്ടാവും, ചിലപ്പോൾ പേടിയുണ്ടാവും. ആ സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതി, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസൊക്കെ ഓതി 7 പ്രാവശ്യമൊക്കെ ഓതി കൊടുക്കുന്നത് പ്രയാസങ്ങൾ മാറാനും ആശ്വാസം ലഭിക്കാനും കണ്ണീറിന്റെ ബുദ്ധിമുട്ടുകൾ മാറാനും കാരണമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുട്ടികളൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത്, പകല് കിടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആയത്തുൽ കുർസിയൊക്കെ ഒന്ന് ഊതി കൊടുക്കണം ഉമ്മമാര്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് വലിയൊരു ഐശ്വര്യവും നല്ലൊരു ബറക്കത്തും നല്ല കഴിവുകളുള്ള കുട്ടികളായി വരും. ശൈത്താനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ആ കുട്ടികൾക്ക് പ്രയാസങ്ങൾ, ശൈത്താനിയത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് ആ കുട്ടികൾക്ക് എല്ലാവിധ സംരക്ഷണവും കിട്ടാൻ ആയത്തുൽ കുർസി കാരണമാകും.
അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചില കുട്ടികൾക്ക് രാത്രിയിൽ ഞെട്ടിക്കരഞ്ഞ് പ്രയാസം ഉണ്ടാക്കുമ്പോൾ പതുക്കെ ഒരു ബാങ്കൊക്കെ വിളിച്ചു കൊടുക്കുക, ആ കുട്ടിക്ക് വലിയ ആശ്വാസം ഉണ്ടാവും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ ശൈത്താനിയത്തിന്റെ പ്രയാസങ്ങൾ മാറും. അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദലൊക്കെ നമ്മൾ ചൊല്ലി ദുആ ചെയ്യുന്നത് അത് വലിയ കാവലാണ്. നമ്മുടെ മക്കൾക്ക് കാവലാണ്, നമുക്ക് കാവലാണ്. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശൈത്താനിയത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും റൂഹാനിയത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും വസ്വാസിൽ നിന്നും അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മയെല്ലാം അള്ളാഹു കാക്കുമാറാവട്ടെ. കുട്ടികൾ ആവശ്യമില്ലാത്ത ഗെയിമുകൾ, പേടിപ്പെടുത്തുന്ന ചില ചിത്രങ്ങൾ, വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ സ്ഥിരമായി കാണുന്ന കുട്ടികൾക്ക് ഭയവും പേടിയും ഉണ്ടാവും. പലപ്പോഴും ഇവിടെ വരുന്ന കുട്ടികൾ, നമ്മൾ വിളിക്കുന്ന കുട്ടികളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർ സ്ഥിരമായി കാണുന്നത് പ്രേതത്തിന്റെ അതുപോലെ പേടിപ്പെടുത്തുന്ന അങ്ങനത്തെ വീഡിയോകൾ, അങ്ങനത്തെ ചിത്രങ്ങൾ, അതാണ് കൂടുതൽ ആ കുട്ടികൾ കാണുമ്പോൾ ആ കുട്ടികൾക്ക് അങ്ങനത്തെ ഭയവും പേടിയും അവരുടെ മൈൻഡിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കുട്ടികൾ എന്താണ് കാണുന്നത്, എന്താണ് നോക്കുന്നത്, അത് കൃത്യമായി നോക്കുകയും കൂടുതൽ സമയങ്ങളിൽ ഫോണിൽ അമിതമായ ഉപയോഗമൊക്കെ രക്ഷകർത്താക്കൾ തടയുകയും ചെയ്യുന്നത് ആ കുട്ടികളിൽ നല്ല സ്വഭാവം ഉണ്ടാവാനും അത്തരത്തിലുള്ള പേടിയും ഭയവും ദുർവാശയൊക്കെ മാറിക്കിട്ടാൻ കാരണമാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ചെറിയ മക്കളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, ഇതൊക്കെ ചെയ്താൽ കുട്ടികളിൽ ആ സ്വഭാവങ്ങളും ആ രീതിയൊക്കെ ഉണ്ടാവും. ഗർഭിണിയായിരിക്കുമ്പോൾ കുട്ടിക്ക്, ഈ ഭാര്യയ്ക്ക് ധാരാളം വിഷമവും പ്രയാസം ഉണ്ടാക്കുക, അവരുടെ കുടുംബത്തിൽ നിന്ന് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഈ കുട്ടികളുടെയും സ്വഭാവത്തെയൊക്കെ ബാധിക്കാനും അവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും കാരണമാണ്. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി തരുമാറാവട്ടെ, മനസ്സിന് സമാധാനം തരുമാറാവട്ടെ, എല്ലാവിധ ഖൈറിന്റെ വഴികളും നമുക്ക് അള്ളാഹു തുറന്നു തരുമാറാവട്ടെ, എല്ലാ ശർറുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ദിക്ർ 129 പ്രാവശ്യം ഉമ്മ ചെല്ലുന്നതും കുട്ടികൾക്ക് വെള്ളത്തിൽ ഓതി കുടിക്കുന്നതും കുട്ടികളെ കൊണ്ട് കുറച്ചൊക്കെ ചെല്ലിപ്പിക്കുന്നതും ആ കുട്ടിയുടെ സ്വഭാവം നന്നാവാനും പെരുമാറ്റം നന്നാവാനും സ്വഭാവത്തിൽ ശാന്തതയും മയവും ഒക്കെ ഉണ്ടാവാൻ കാരണമാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സൽസ്വഭാവികളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. യാ സലാം എന്ന ദിക്ർ 131 പ്രാവശ്യം നമ്മുടെ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്താൽ പേടിച്ചുകൊണ്ടുള്ള കരച്ചില്, അതുപോലുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് അതൊക്കെ ഓതിക്കൊടുത്താൽ ആ ഭയവും പ്രയാസമൊക്കെ മാറി ആ കുട്ടികൾക്ക് നല്ല റാഹത്ത് കിട്ടാൻ കാരണമാകും. അള്ളാഹു എല്ലാവിധ ഐശ്വര്യം തരുമാറാവട്ടെ. വലിയ പ്രയാസം വിഷമമൊക്കെ ഉണ്ട്, ചില സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ കരച്ചിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു. അടുത്ത് ഓതി കൊടുക്കാനോ മന്ത്രിച്ചു കൊടുക്കാനോ ആരും ഇല്ല. അങ്ങനത്തെ സമയത്തൊക്കെ ഒരു 156 രൂപയോ 313 രൂപയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് നമ്മുടെ ഈ ബദരിയ മജ്‌ലിസിലേക്കോ അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഉസ്താദുമാരുടെ സമ്മതത്തോടു കൂടി നമ്മൾ അത് ചെയ്യുമ്പോൾ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശൈത്താനിയത്തിന്റെ ബുദ്ധിമുട്ടുകളും ആ സദഖയുടെ ബറക്കത്ത് കൊണ്ട് മാറിപ്പോവാൻ കൂടി കാരണമാകും. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തരുമാറാവട്ടെ, പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാവട്ടെ. യാ റഖീബ് യാ അല്ലാഹ് എന്ന മഹത്തായ അള്ളാഹുവിന്റെ നാമമുണ്ട്. ആ നാമം ഒരു 7 പ്രാവശ്യം ഓതി കുട്ടികൾക്ക് തലയിലൊക്കെ തടവുന്നത് ആ കുട്ടിയുടെ മറ്റു ബുദ്ധിമുട്ടുകളും ഞെട്ടലും അതുപോലെ ഭയവും മറ്റുള്ള പ്രയാസമൊക്കെ മാറി അത് കാരണമാണ്. യാ റഖീബ് എന്ന ഇസ്മ നെറ്റിയിൽ വലത് കൈ വെച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കുക 7 പ്രാവശ്യം. ആ കുട്ടിക്ക് നല്ല റാഹത്ത് കിട്ടും. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഷർറുകളിൽ നിന്നും നമ്മയും നമ്മുടെ മക്കൾ, കുടുംബങ്ങൾ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ, മനസ്സമാധാനം അല്ലാഹു തരുമാറാവട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ചൊല്ലിയ ഐലക്കാട് മൗലിദിലെ കാന അഹ്യാന എന്ന ബൈത്ത്, ആ ബൈത്ത് ഇങ്ങനെ കുറെ പ്രാവശ്യം കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുക. ഉറങ്ങുന്ന സമയത്ത് ആ സമയത്തൊക്കെ ചൊല്ലിക്കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ശൈത്താനിയത്തിന്റെ റൂഹാനിയത്തിന്റെ ഉപദ്രവങ്ങളൊക്കെ മാറാൻ കാരണമാകും. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും ഷർറുകളും മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു വലിയ കാവൽ തരുമാറാവട്ടെ. മഹാന്മാരെയും സ്വാലിഹീങ്ങളൊക്കെ സ്നേഹിക്കുക. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ചില രക്ഷിതാക്കള് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പാട്ട് വെച്ചു കൊടുത്തിട്ട് അപ്പുറത്തേക്ക് ജോലിക്ക് പോകും. അതിനേക്കാൾ നല്ലത് നമ്മൾ വെറുതെ വെച്ചു കൊടുക്കുക. അസ്മാഉൽ ഹുസ്ന
ഹുസ്നയും അസ്മാഉൽ ബദർ മഹാന്മാരുടെ മദ്ഹുകളൊക്കെ കുട്ടികൾക്ക് കേൾപ്പിക്കുക ചെയ്യുന്നത് ആ കുട്ടികളുടെ നല്ല സ്വഭാവമൊക്കെ ഉണ്ടാവാനും അവരുടെ ജീവിതത്തിലേക്ക് വലിയ വിജയത്തിനും എല്ലാവിധ പുരോഗതിക്കും കാരണമാകും. അള്ളാഹു നമ്മുടെ മക്കളുടെ സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. മാതാപിതാക്കൾക്കും നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ഗുണമുള്ളവരാക്കി തരുമാറാവട്ടെ. വല്ലാതെ വികൃതി കാണിക്കണം, വല്ലാതെ വാശി കാണിക്കണം, അങ്ങനെ നമ്മൾ ഈ ചെയ്തിട്ടൊന്നും കുറവില്ല എങ്കിൽ അതിന് പ്രത്യേകമായ ഒരു നെയ്യ് മഹാനായ യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹു അജ്മീർ ഖാജ തങ്ങളുടെ പ്രത്യേകമായ നിർദ്ദേശത്താൽ ഉണ്ടാക്കിയ ഒരു നെയ്യുണ്ട്. ആ നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോകാറുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ വരികയും അത് ഉപയോഗിക്കുകയും അവർക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ നല്ല ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ കുട്ടികളുടെയും കുറച്ച് മുതിർന്നവരുടെയും കുറച്ചും കൂടെ പ്രായമുള്ളവരുടെ വികൃതിയൊക്കെ മാറാനും അവരുടെ അനുസരണക്കേട് മാറാനും അവരുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറാൻ അതൊക്കെ ഉപയോഗിക്കുന്നത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഖൈറ് തരുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. മാതാപിതാക്കൾക്കും നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ദീനിനും ഗുണമുള്ളവരാക്കി തരുമാറാവട്ടെ. തീർന്ന 100 പ്രശ്നങ്ങളുള്ളവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്കുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ അല്ലാ. ചില സ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ, ചില ഭൂമിയുടെ പ്രശ്നങ്ങൾ, ചില വീടുകളിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മറ്റു ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ മാറാൻ അത്തരത്തിലുള്ള ചില കാവലുകളും ചില അമലുകളും ചില എലസുകളൊക്കെ ആ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ആ ഭാഗത്ത് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയൊക്കെ മാറാൻ കാരണമാണ്. അല്ലാഹു തആല എല്ലാ ശർറുകളും മാറ്റി മനസ്സമാധാനം തന്ന് ഐശ്വര്യത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ മാതാപിതാക്കൾക്കും നാടിനും ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും ഗുണമുള്ളവരാക്കി തരുമാറാവട്ടെ. അവരുടെ സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ദിക്റുകൾ ചെല്ലുക, ചെല്ലിപ്പിക്കുക. നമ്മൾ രാത്രിയിൽ കിടക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും മദ്ഹോ ബൈത്തോ കേട്ടുകൊണ്ടൊക്കെ കിടക്കുമ്പോൾ ആ കുട്ടികളുടെ സ്വഭാവത്തിലും അത്തരത്തിലുള്ള നല്ല നല്ല സ്വഭാവങ്ങളും ശീലങ്ങളും ആ മഹാന്മാരോടും സാലിഹീങ്ങളോടും ഒരു മഹബത്ത് ഉണ്ടാവുകയും അവരുടെ ഒരു മദദ് ലഭിക്കാനും ആത്മീയമായ ഒരു തർബിയത്ത് ലഭിക്കാനൊക്കെ കാരണമാണ്. നമ്മുടെ ചെറിയ മക്കളെ നല്ല സദസ്സുകളിൽ നല്ല മജ്ലിസുകളിലൊക്കെ കൈപിടിച്ച് കൊണ്ടുപോകണം. അവരവിടെ കൊണ്ട് കുറച്ച് സമയത്ത് ഇരുത്തണം. അങ്ങനെ അവരിയ്ക്കുമ്പോൾ ആ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ ആ ദിക്റുകൾ ചെല്ലുമ്പോൾ സലാത്തുകൾ ചെല്ലുമ്പോൾ മഹത്തായ മജ്ലിസുകളിൽ പങ്കെടുക്കുമ്പോൾ ആ കുട്ടികളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവും. നല്ല നല്ല മഹാന്മാരെയും സാലിഹീങ്ങളെയും കാണുമ്പോൾ അവരോട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി രക്ഷകർത്താക്കൾ പറയാൻ മടിക്കരുത്, മറക്കരുത്. നമ്മുടെ വലിയ വലിയ ഉസ്താദുമാർ സാലിഹീങ്ങൾ പണ്ട് കാലത്ത് എല്ലാ മുഅ്മിനീങ്ങളും പരസ്പരം കാണുമ്പോൾ ദുആ ചെയ്യാൻ പറയായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളോട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും എല്ലാവിധ ഐശ്വര്യം ലഭിക്കാൻ വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. മുഅ്മിനീങ്ങളെ കാണുമ്പോൾ, സ്വാലിഹീങ്ങളെ കാണുമ്പോൾ, മഹാന്മാരെ കാണുമ്പോൾ, ആലിമീങ്ങളെ കാണുമ്പോൾ ആ രൂപത്തിലൊക്കെ നമ്മൾ ദുആ ചെയ്യാൻ പറയുന്നതും ആ ദുആ ചെയ്യിപ്പിക്കുന്നതും നല്ല സ്വഭാവങ്ങളും നല്ല ഗുണങ്ങളും ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിക്കും കാരണമാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നല്ല സയ്യിദന്മാര്, സ്വാലിഹീങ്ങള്, ഉസ്താദുമാർ അവരെ കൊണ്ടൊക്കെ നമ്മുടെ മക്കളെ ഒന്ന് മന്ദിരിപ്പിക്കുക, ഓദിപ്പിക്കുക. അങ്ങനെ ഓതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഷർറോ ശൈത്താനിയത്തോ കണ്ണുദോഷമോ മറ്റോ സിഹറോ എന്തെങ്കിലുമൊക്കെ ബലാമുസീബത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും മനസ്സിന് സമാധാനം ലഭിക്കാനും ആ കുട്ടികളുടെ സ്വഭാവ പെരുമാറ്റത്തിലൊക്കെ നല്ല പുരോഗതികൾ ഉണ്ടാവാനും എല്ലാവിധ ഐശ്വര്യം ലഭിക്കാൻ ഇതൊക്കെ കാരണമാകും. അല്ലാഹു നമ്മുടെ മക്കളെ മാതാപിതാക്കൾക്കും നാടിനും ദീനിനൊക്കെ ഗുണമുള്ളവരാക്കുമാറാവട്ടെ. അവരുടെ സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. സാലിഹീങ്ങളോടും അതുപോലെ മാതാപിതാക്കളുടെയും അതുപോലെ വേണ്ടപ്പെട്ട നല്ല മുഅ്മിനീങ്ങളിലൊക്കെ പ്രാർത്ഥന കിട്ടി വിജയിക്കുന്നവരിൽ നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ബലാമുസീബത്തുകളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ ശർറുകളും അല്ലാഹു നമ്മുടെ മശായിഖുമാരുടെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ശർറും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ.